നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നാടയാണ്. നാട LED 8mm LED 1 വാട്ടിൻ്റെ നാടയാണ്. ഇതിങ്ങനെ തുന്നിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. ഞാൻ 1-2 വട്ടമൊക്കെ ഇതൊക്കെ ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തന്നു. എന്നിരുന്നാലും ഒന്നും കൂടി ആ ഒരു അതിൻ്റെ നിർമ്മാണ ഘട്ടം, ആദ്യവും അവസാനം എങ്ങനെ ഇരിക്കും എന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നാട സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മോഡലിലാണ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 4 ബൾബിന് വെച്ചിട്ടാണ് ചെയ്യണത്. അതായത് ഇതാണ് ആദ്യത്തെ ഇത് ഫസ്റ്റ് ചാല് തുടങ്ങുകയാണ്. 1 2 3 4. അപ്പോൾ ഒന്നാമത്തേൻ്റെ ലൈൻ ഇതാണ് സ്റ്റാർട്ടിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടുന്ന് 1 2 3 4 വന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോവാണ്. അതിൻ്റെ ആ ലൈൻ പോകുന്നുണ്ടോ, ആ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത്. ഇതായിട്ട് ഉണ്ടോ. അങ്ങനെ രണ്ടാം ചാല് അത് നമുക്ക് കുറച്ചും കൂടി നീളം ഇട്ട് കൊടുത്തിരിക്കുകയാണ് എൻ്റെ ലൈനിന്. ആ രണ്ടാമത്തത് നമ്മൾ അതേപോലെ തന്നെ ഒരു 4 ബൾബ് 1 2 3 4 ഈ 4 ബൾബ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത ലൈൻ അങ്ങോട്ട് പോവാണ്. കണ്ടോ ഇങ്ങനെ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈൻ ഇതാണ്. മൂന്നാമത്തെ ലൈൻ. ഈ മൂന്നാമത്തെ ലൈനും 1 2 3 4 കഴിഞ്ഞാൽ അങ്ങനെ പോകണം. ഇതാണ് നമ്മുടെ ഈ മാലയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ ഇതിങ്ങനെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിന് അവിടെ നിന്ന് ഈ ന്യൂട്രൽ ലൈൻ അവിടെ തിരിച്ചും ഈ ലൈനുകളെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഈ 3 ഗ്യാപ്പിലാണ് നമ്മൾ 1 2 3 ഈ 3 ഗ്യാപ്പിലാണ് നമ്മൾ 1-ാം ചാലും 2-ാം ചാലിൻ്റെ 3-ാം ചാലിൻ്റെയും സർക്യൂട്ടുകൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് അതിൻ്റെ ന്യൂട്രൽ വയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ഈ നാടയുടെ സ്റ്റാർട്ടിങ്. ഇത് അതിൻ്റെ അവസാന ഭാഗമാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 1 2 3-ാം ചാല് എന്ന് പറയുന്ന ഈ ഇവിടുന്ന് വന്ന ഈ 3-ാം ചാല് ഏറ്റവും അവസാനം വരുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ 3-ാം ചാലിൻ്റെ വന്നിട്ട് 1 2 3 4 ഈ ലാസ്റ്റ് ബൾബിൽ നിന്നും ഒരു വയറ് ഇങ്ങനെ പോരുകയാണ്. കണ്ടോ, ആ വയറ് വരുന്നത് നമ്മുടെ ഇത് നമ്മൾ 3 ന്യൂട്രലും 3 ലൈനാണല്ലോ ഇത്. 3 ലൈനുള്ള 3 ന്യൂട്രൽ ലൈൻ നമ്മൾ ചുറ്റി എടുത്തിരിക്കുന്നതാണിത്. ഈ സാധനമാണ് ഇനി നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് തുന്നി ഇതങ്ങനെ മടക്കി വെച്ച് തുന്നി ലാസ്റ്റ് ഈ പോയിന്റിൽ വരും. അപ്പോൾ ഇതിന് 3 വയറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 ചാനലിന് 3 ന്യൂട്രൽ വയറ്. അത് തുന്നി പോകുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഇത് കുറഞ്ഞ് ഇത് ലാസ്റ്റ് വന്നിട്ട് ഇവിടെ അതിൻ്റെ കണക്ഷൻ ചെയ്യും. അപ്പോൾ ഇനി ഇതാണ് അതിൻ്റെ ആ ഒരു കണക്ക്. ഇതിങ്ങനെ നമ്മൾ വയറൊക്കെ ചേർത്ത് വെച്ച് വൃത്തിയായിട്ട് തുന്നി പോകണം. അപ്പോൾ അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിനി ബോബിൻ ഇടണം. ഇങ്ങനെ ബോബിൻ ഇട്ടതിന് ശേഷമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ഇരിയൊക്കെ പൊട്ടാതെ വൃത്തിയായിട്ട് തന്നെ അത് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങി. ഇതുണ്ടോ, അങ്ങനെ സ്റ്റിച്ചിങ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ അത് ലാസ്റ്റ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വൃത്തിയാക്കി ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് കഴിയുമ്പോഴാണ് ഇത് നാട എന്ന് പറഞ്ഞ ലെവലിലേക്ക്. ഇത് കുറേ ടൈം പിടിക്കും. ഇതിപ്പോൾ ഏകദേശം ഇത് തുന്നി തീർക്കണമെങ്കിൽ നല്ലൊരു സമയം പിടിക്കാം. അപ്പോൾ അത്ര സമയം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല.
എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പറ്റിയാൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന വീഡിയോ ഇന്ന് തീർന്നാൽ വിട്ടേക്കാം. അതല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കണക്ഷൻ തീർച്ചയായിട്ടും അതെങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം. കൂടുതൽ വീഡിയോകൾക്കുള്ള കൂടുതൽ സാധനങ്ങളൊക്കെ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട്. സമയക്കുറവ് തന്നെയല്ല, അസൗകര്യമാണ്. പിള്ളേർ, ഞാൻ അന്നും പറയുന്ന പോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസിലേക്ക് ഇങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്ന കുറേ യൂട്യൂബിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാല ഈ നാട ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 അടി നീളമായിട്ടുള്ളൂ, 10 അടി പോലും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തുന്നൽ കഴിഞ്ഞ് ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി ബാക്കിയുണ്ട്, ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അത് അപ്പോൾ തുന്നി തീരട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ അതിൻ്റെ സോൾഡറിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് 4 ലൈനില്ലാതെ 2 ലൈനായിട്ടോ 1 ബൾബായിട്ടോ 2 ബൾബായിട്ടോ 3 ബൾബായിട്ടോ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്കത് ചെയ്യാം. ഞങ്ങൾ 4 ബൾബിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 4 ബൾബിൽ മാത്രമല്ല, എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ യുക്തി പോലെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ കാത്തിരിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരിക. നമ്മുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.